ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്രോ വണ്ടി. അത് ഇടയ്ക്ക് പ്ലഗ് പോകുന്നുള്ള കംപ്ലയിൻ്റ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുണ്ടോ. നിലവിൽ അതിൻ്റെ സിലിണ്ടറിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സിലിണ്ടർ നമ്മൾ പുതിയത് മാറ്റിയേക്കല്ല, നമ്മളത് ചെയ്തേക്കുന്നത് സിലിണ്ടർ ബോർ ചെയ്താണ് യൂസ് ചെയ്തതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ക്രാങ്കിൻ്റെ കണക്റ്റിനോടിന് ഒരു അല്പം പ്ലേ ഉള്ളത് കൊണ്ട് പുതിയത് ഇടുന്നതിൽ നമുക്ക് അത്രയും കൂടെ കംഫർട്ട് തോന്നാത്തതുകൊണ്ടാണ് ബോർ ചെയ്യാൻ പറഞ്ഞ് ബോർ ചെയ്യിച്ചത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തേക്കണത്. അതിൻ്റെ വാൽവിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി സീറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് വരുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയും വർക്കാണ് നമുക്ക് സിലിണ്ടർ ഹെഡുമായിട്ട് വന്നാണ് വർക്കുകൾ. പിന്നെ നമുക്ക് കാർബറേറ്റർ അഴിച്ച് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തേക്കണത്. സ്ലോ ജെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പെട്രോൾ ടാപ്പിൻ്റെ ആ കറക്റ്റ് മൗത്ത് വരുമ്പോൾ ചെറിയ ലൂസായതുകൊണ്ട് ചെറിയ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയതായതുകൊണ്ട് എയർ ഫിൽറ്റർ അങ്ങനെ തന്നെ അത് തന്നെയാണ് ക്ലീൻ ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെ ചെയിനൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ പ്രോബ്ലം ഉണ്ടായില്ല. ബ്രേക്കർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തേക്ക് നമുക്ക് പ്ലഗ് പുതിയത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുമ്പോൾ കിടന്നേറുന്ന പ്ലഗിന് വലിയ പഴക്കമില്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ഈ യൂട്ടിലിറ്റി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തേക്കണേ. അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം അറിയുന്നത് കിലോമീറ്റർ ബേസാണ്. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു, കേബിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിലുള്ള ക്രൗൺ ബിനിൻ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ മാറ്റിയാണ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരു മാസം ഉപയോഗിക്കുക. അതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങളിവിടെ ഫോളോ അപ്പ് ആയിട്ട് വിളിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. വേറെ അയക്ക് മുമ്പ് എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ലക്ഷണ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഇൻഫോം ചെയ്യണം. നമ്മൾ ചെയ്ത വർക്കുമായി ബന്ധപ്പെട്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈം ഇഞ്ചിന് ക്രാങ്കിൻ്റെ ഭാഗം ക്ലച്ച് ഡിസ്ക് ഇതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കിടക്കണ ഓയിൽ. ലെവൽ ഒരല്പം കുറവുള്ളത് കൊണ്ട് അത് മാത്രം ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വർക്കാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇപ്പോൾ വന്നതാണ് ഈ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണ വർക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ബില്ലാവണുള്ളൂ. ബില്ലായി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. ഓക്കെ.